ഹലോ കൂട്ടുകാരെ, നമ്മൾ വാഗമണിലോട്ട് പോവാണ്. നമ്മൾ വണ്ടി വിട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് മല കാണാം. നമുക്ക് വാഗമൺ ഇച്ചിരി കിലോമീറ്റർ ഉണ്ട്. ഇത്ര 100 കിലോമീറ്റർ ഉണ്ടായിരിക്കും. നമ്മൾ വണ്ടി വിട്ടുകൊണ്ട് നോക്കാം എത്ര മിനിറ്റ് എടുക്കുമെന്ന്. ട്രാഫിക് ജാം എന്താണ് പേര് ഗായ്സ്. എൻ്റെ കൂടെ ശിവ ഉണ്ട്. വേറെ വണ്ടി ബാക്കിലോട്ട് വരുന്നുണ്ട്. ശിവ, കണ്ണൻ, അമ്പാടി, അച്ഛൻ, അമ്മ, ഞാൻ, പിന്നെ മാമിയും കൂടി. ഞങ്ങൾ വണ്ടി വിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ഒന്നും സംഭവിക്കാതെ നല്ലതായിട്ട് വിട്ടു. ഇനി അവിടെ കുറച്ച് നേരം നമ്മൾ കാട്ടിലോട്ട് പോകണമെങ്കിൽ ഈ കാഴ്ച കാണാൻ പോകണം. അവിടെ എല്ലാവരും കണ്ടിട്ടില്ല, ട്രെയിനാണ് റീലിന് ഓർത്തുകൊണ്ടിരിക്കുക. ആ വഴി പോയാലാണ് വാഗമണ്ണിലെത്തുള്ളൂ. അത് ഷോർട്ട് കട്ടാണ് വിചാരിച്ചോ, അത് ഷോർട്ട് കട്ടാ. നമ്മൾ കാട്ടിലോട്ട് കയറിയേക്കാണ്. അപ്പോൾ നമ്മൾ കാട്ടിലോട്ട് കയറിയിട്ടുണ്ട്. ഇതാ ബസ്. ഇത് ഏതോ ബസ്സാണെന്ന് അറിയാവോ? ഇത് വാഗമണ്ണും പുത്തൂർ എന്തോ സ്ഥലം. അങ്ങോട്ട് തിരിഞ്ഞാൽ ഇത് ഏത് സ്ഥലമാണ്? നിങ്ങൾ ആൻസർ പറയുള്ളൂ. താരെ കമന്റ് ചെയ്തേക്കും. പിന്നെ സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്. അതെൻ്റെ അമ്മയ്ക്ക് പ്രത്യേകത വേണമുള്ളതാ. കാട്ടിൽ ചെന്നപ്പോൾ മേളിലൊരു മലയിൽ അമ്മ കയറാൻ പോണു. നിങ്ങളത് കണ്ടോ ആ വ്യൂ? ഷോ, അതിനോണ്ട് എന്നോട് ചെവി എല്ലാം അടങ്ങിയിരിക്കാൻ നല്ല സെറ്റപ്പാണ്. വല്ല കാര്യം ഉണ്ടാകും നമ്മ പോവാൻ. നല്ല രസം. ഈ മലയിലൊക്കെ നമ്മളൊന്ന് കയറിയെങ്കിൽ എന്തൊരു വ്യൂ ആണ്. ആ ബസ്സിനടുത്ത് പോയാണേ കണ്ടോ എല്ലാവരും താരെ. ഇവിടെ അങ്ങോട്ട് ചാടി പോയാ അവസാനം തീരും. എല്ലാരും അങ്ങനെ കാടില് ഫുള്ള് അമ്മ കയറിയിട്ടുണ്ട്. ആ കാടില് ഇതെന്താ ബസ്സുകൾ ഇവിടെ കയറിയിട്ടുണ്ടോ? അതെങ്ങനെ? അങ്ങോട്ട് എറിയണതാ ഒരു പാലം എന്തോ. അപ്പോ നമ്മൾ ഇച്ചിരി കിലോമീറ്റർ എത്തി. ഇതാണൊക്കെ പൈമരം പോലത്തെ മലകൾ. എന്തൊരു രസമാണ്. ആ മലയിൽ നമ്മൾ കയറിയ നല്ല സെറ്റപ്പ് മല നമുക്ക് കാണാൻ പറ്റും. വാഗമണ്ണിൽ ചെന്നാൽ കണ്ട ഈ വ്യൂ ഗൈസ്. പക്ഷെ അവിടെയൊക്കെ വീടൊക്കെ കിടക്കുന്നുണ്ട്. വല്ല വീടൊക്കെ താഴടി പോയാലോ അല്ലേ? എല്ലാവരും ഇത് നോക്കിയാൽ നമ്മൾ മലയിൽ കയറുന്നതാണെന്ന് തോന്നുന്നു. വലിയ മലയിൽ അവിടെ നിങ്ങൾ നോക്കാൻ പറ്റില്ല. വെരി വെരി ഡേഞ്ചറസ്. നിങ്ങൾ രാത്രി വരാൻ പറ്റില്ല. ഇവിടെ രാത്രി അവിടെ വന്നാൽ കാട്ടിൽ എങ്ങനെയോ തീകൾ വരും. എന്തോ ബോൾസിൽ കാണുന്ന പോലെ ബുൾസേ പോലത്തെ ബോൾസ് വരും. ഉണ്ടോ? അതാണ് കൊച്ചച്ഛൻ. അതാണ് 5 ആൻറ്റി. പിന്നെ ഒരു കുഞ്ഞതും കൂടി ഉണ്ട്. പിന്നെ അതാണ് അച്ഛൻ. ഡ്രൈവിംഗ് ആണ്. കണ്ടോ ഗൈസ് വ്യൂ? ആ തണുപ്പത്താണ് എനിക്ക് ജലദോഷം പിടിച്ചത്. അത് ഞാനും മാമി എല്ലാവരും. ഗൈസ് ആ വ്യൂ നോക്കിയേ. ആ തേങ്ങമരം എന്തൊരു വലുതോ. ഗൈസ് നമുക്ക് വണ്ടി വിട്ടാലോ? വ്യൂ ഒക്കെ കണ്ടാൽ കൊടുത്തു ബോറടിയുണ്ട്. നമുക്ക് വണ്ടി വിടാം. വണ്ടി അടിച്ചപ്പോഴാണ് എൻ്റെ മോനെ നല്ല ഹൈറ്റുള്ള മലയിൽ കയറി പോവാ കേട്ടോ. ബൂസ്റ്ററൊക്കെ ഇട്ടാൽ പോവാണ് ഞങ്ങൾ ബൂസ്റ്റർ വിടുമ്പോൾ ലാസ്റ്റ് എന്താ സംഭവിക്കുന്നത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഗൈസ്. അപ്പോൾ ഇതൊരു ഓഫ് റോഡ് ആക്കാൻ ഓർത്തു. കണ്ടോ ഇവിടെ റിസോർട്ടൊക്കെ എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് റിസോർട്ട് മടുക്കാം. ഇച്ചിരി കിലോമീറ്റർ ആണ്. നിങ്ങൾ മടുത്ത് വരാനായിരിക്കും. ഞങ്ങൾ രാത്രി 9 മണിക്ക് അങ്ങ് വന്നു. 9 മണിയോ 10 മണിയോ എപ്പോഴേക്ക് വേണേലും ഞങ്ങൾ വരും. അച്ഛൻ തീരുമാനിച്ചത് 6 മണിയാണ്. ഞങ്ങൾ ഇച്ചിരി ലേറ്റായി. കണ്ടാ ഞാൻ അയ്യപ്പന് വരെ ഇരിക്കണേ. എന്നാ ഗൈസ്, ഇതാണ് ഞാൻ പറയുന്ന മല. നല്ല വ്യൂ ആട്ടോ.
നിങ്ങൾ കേറി നോക്കണം കേട്ടോ, നല്ല രസാ. ഞങ്ങൾ പട്ടം പറത്തിയതാണ്. ഇതാണ് മൊട്ടക്കുന്ന്, നല്ല വൈബുള്ള സ്ഥലം കേട്ടോ. ഈ മൊട്ടക്കുന്നിലല്ലേ ഗ്രാസ് ഒന്നുമില്ല, ചുമ്മാതെ ഉണങ്ങി പിടിച്ച് സൂര്യൻ വെളുത്തി ഇരുന്ന് ഒരു സൺ പോലെ ഇരിക്കുന്നുണ്ട് നന്നായിട്ട്. അപ്പോൾ ഗൈസ് എനിക്ക് പട്ടം പോലെ കിട്ടിയിട്ടില്ല, എനിക്ക് പട്ടത്തിൻ്റെ നെവർമൈൻഡാണ്. അപ്പം എല്ലാവരെയും ഞാൻ കളിച്ചുകൊണ്ടിരിക്കാനതാ അച്ഛനും ഞാനും വരുന്നതാണ് ഗൈസ്. ഈ സ്ഥലം എവിടെയോ ആണ്, കാട്ടിൽ തീ അങ്ങ് വന്നത്. ഇവിടെ അങ്ങാണ് വന്നത്, മലയിൽ അങ്ങ് ഇടിച്ചുകൊണ്ടും തോന്നുന്നു. അപ്പോൾ ഗൈസ് അതാണ് എൻ്റെ അമ്മ പേര് ധന്യ, അച്ഛൻ്റെ പേര് കൃഷ്ണകുമാർ, എൻ്റെ പേര് മഹാദേവ്. അപ്പം എല്ലാവരും നമുക്ക് അടുത്ത സ്ഥലത്ത് നമുക്ക് നോക്കാം. കണ്ടോ അത് അമ്മയും അച്ഛനും വഴക്കൂടുന്ന പോലെ. അപ്പോൾ ഗൈസ് അത് അപ്പുറത്തെ മല, അത് നമുക്ക് ജീപ്പിൽ കയറി പോകണം, അത് ഓഫ് റോഡ് വരികയാണ്. അച്ഛനൊരു ക്യാബ് ഉണ്ട്, അതൊന്ന് മേടിച്ചു. അച്ഛന് പട്ടം പറത്താൻ കൂടുതൽ ഇഷ്ടമാട്ടോ. നമുക്ക് പട്ടം പറത്തണം, എല്ലാം വേണമെങ്കിലും പറത്താം. നമുക്ക് ലാസ്റ്റ് എന്താണ് നമുക്ക് വെച്ച കാണാം. ഇതാണ് മാമി കേട്ടോ, എൻ്റെ ജാക്കറ്റ് എടുത്ത് കളിയാ. ഇതാണ് ഞാൻ പറയുന്ന കുഞ്ഞത് എവിടെയാണ് എനിക്കൊന്നറിയില്ല. അതാ നമ്മുടെ ആ ക്യാപിറ്റൽ അല്ലേ, അത് കണ്ണനോ അമ്പാടിയോ ആരെങ്കിലും ആവട്ടെ. അപ്പോൾ നോക്കിയേ, അവർ കോടി കളിക്കുന്നു. ഇതാ നോക്കിയ പട്ടം. അവരെല്ലാവരും അത് നോക്കി അച്ഛനെ പുറകെ എല്ലാവരും പോകും. ഇതാണ്ടോ ആ മലയിൽ ആരൊക്കെയോ കയറി പോണ. അപ്പോൾ പട്ടം പറത്ത് അവിടെ കളിക്കാനും ഞാൻ ഓർമ്മൻ്റെയായി കളിക്കാനും. ബട്ട് ഞാൻ അവിടെ പുറകെ തന്നെ കളിച്ചോണ്ടിരിക്കുന്നു. പിന്നെ ഒരു കാര്യം കൂടി, ഇതിലെ അച്ഛനല്ലേ നല്ല പട്ടം പറത്തതാ, പറക്കണ പോലെ കിളികളെ പറക്കണ പോലെ പറത്തും. അച്ഛൻ ഓടും, എന്തിനു വേണമെങ്കിലും ചെയ്യും. കുഞ്ഞിതായപ്പോ അച്ഛക്ക് പോകാൻ പറ്റില്ലായിരുന്നു, വലുതായപ്പോൾ അച്ഛക്ക് പോവാ. ഞങ്ങൾ 3 പ്രാവശ്യമായി പോയിട്ട് വാഗമണിലോട്ട്. എന്നാലും എല്ലാവരെയും നമുക്ക് ലാസ്റ്റ് കാണാം. ഇപ്പം എല്ലാവരും ഇതാണ് തങ്ങൾപ്പാറ. ഇത് വലിയ മലയാ. ഇത് ഓഫ് റോഡ് ജീപ്പൊക്കെ പോവാറുണ്ടായിരുന്നു, പഠിപ്പോ ഇല്ല. ആൾക്കാർ പറയുന്നത് അദ്ദേഹത്തെ കയറണം, അതുകൊണ്ട് നമ്മളൊക്കെ കയറി അങ്ങോട്ട് പോകുന്നു കേട്ടോ. കണ്ടോ എൻ്റെ കൈ കണ്ടോ ഗൈസ്, ഇത്ര വലിയ വ്യൂ കണ്ടിട്ടുണ്ടോ? ഇത്ര നൈസുള്ള വ്യൂ. 2 പാലം, റിസോർട്ട്, മല, എന്തിനാവട്ടെ. എന്നാൽ ഈ കുന്നുകളാണ് എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളൂ, വേറെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല. ചിലതൊക്കെ നല്ലതായിട്ട് ഇരിക്കുന്നുണ്ട്. ആ കല്ല് മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടു, അതൊന്നും എടുത്തോണ്ട് പോകാൻ തോന്നി. അപ്പം എല്ലാവരെ തങ്ങൾപ്പാറയിൽ കയറി ഞങ്ങൾ മടുത്തു. പിന്നെ ഇതിലുള്ള ഷോർട്ട് കട്ട് ഞങ്ങൾ കയറി പോവാം, പിന്നെ എവിടെയും വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് വാഗമണ് പോയെങ്കിൽ ഒരു ടയോട്ട ഉണ്ടെങ്കിൽ നിങ്ങൾ ടയോട്ട എടുത്തോണ്ട് പോവുക, അതാണ് നല്ലത്. ബിക്കോസ് ടയോട്ട ഓഫ് റോഡ് പോണ വണ്ടിയാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഓഫ് റോഡ് പോവാം, എവിടെയും വേണമെങ്കിലും പോവാം. എൻ്റെ അച്ഛൻ്റെ ടയോട്ട കാറാ, നല്ല സ്പീഡാണ്. പിന്നെ എല്ലാവരും ഈ വ്യൂ നോക്കേ, എന്തോ ഒരു സെറ്റപ്പാ, സഹിക്കാൻ പറ്റണില്ല. അതിന് മുമ്പ് വണ്ടിക്ക് എടുത്ത് മിരണ്ടാക്കി ഓടിച്ച് ഇരിക്കാണ് ഞങ്ങൾ വണ്ടിയിൽ. തങ്ങൾപ്പാറയിൽ കയറാൻ ഞാൻ എക്സൈറ്റഡ് ആണ്. അപ്പം ഇതാണ് എൻ്റെ ഡാൻസ്, ഇതാണ് ഞാൻ, ഇതെൻ്റെ കളിയാണ്. ഒന്ന് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാം ചെയ്യണം. ഞങ്ങൾ അടുത്ത് എനിക്ക് എല്ലാം മാറിയിട്ട് അടുത്ത സമയം അതിൻ്റെ വീഡിയോ ഞങ്ങൾ ഇട്ടേക്കാം. നിങ്ങൾ കണ്ടിട്ട് ആസ്വദിക്കണം. ഇത് ആസ്വദിച്ചിട്ട്
ഒന്നിനും പേടിയായത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.